സ്ത്രീകൾ, വിവാഹത്തിന് കൊള്ളാത്ത സ്ത്രീകളാണ് കിതാബിലുണ്ട്. ആ സ്ത്രീകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത്, എപ്പോഴും ആവലാതിപ്പെടുകയും ഞെരുങ്ങിയും മൂളിയും കഴിയുന്നവൾ. എപ്പോഴും രോഗിയായി അഭിനയിക്കുക. യഥാർത്ഥത്തിൽ അലസതയാണ് അവളുടെ രോഗം. ഇത്തരക്കാരെ കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ കഴിയില്ല. 2. ഭർത്താവിന് ഉപകാരം ചെയ്തത് ഔദാര്യമായി എടുത്തു പറയുന്നവൾ. ഞാൻ നിനക്ക്, നിങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, ഇന്ന ഉപകാരങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നവൾ. ഇത് പല സ്ത്രീകളിൽ നിന്നും പലപ്പോഴും വന്നു പോകുന്ന വാക്കുകളാണ്. എന്ത് ചെയ്തു തന്നാലും നന്ദിയില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ ഭർത്താവിനെ പറ്റി ഭർത്താവിന്റെ മുഖത്ത് നോക്കി അവൾ പറയും. ഇത് പറയാൻ പാടില്ലാത്തതാണ്. ഒരാൾക്കും ചെയ്യുന്ന ഒരു ഉപകാരവും അവരിൽ നിന്ന് നന്ദി പ്രതീക്ഷിക്കാതിരിക്കുക. താൻ ചെയ്ത ഉപകാരങ്ങളെ കബറിൽ മറവ് ചെയ്യപ്പെട്ട പോലെ മറച്ചു വെക്കണം. ആ ഏട് പിന്നീട് തുറന്നു നോക്കുന്നത് റബ്ബിന്റെ മുമ്പിലാവണം. എന്നാലാണ് ഉപകാരങ്ങൾക്ക് പ്രതിഫലം കിട്ടുക. അല്ലാതെ ഉപകാരം ചെയ്ത കാരണത്താൽ നന്ദി കാണിച്ചില്ല എന്ന് പരാതി പറയുമ്പോൾ നന്ദി ലഭിക്കാൻ വേണ്ടി ഉപകാരം ചെയ്തതുപോലെയാവും. ഭർത്താവിനോട് ഭാര്യ ഇങ്ങനെ ഒരിക്കലും എടുത്തു പറയരുതെന്ന് ഓർക്കുക. 3. ആദ്യമുണ്ടായിരുന്ന ഭർത്താവിനെ ആശിക്കുന്നവൾ, അല്ലെങ്കിൽ ആദ്യ ഭർത്താവിൽ അവൾക്കുണ്ടായ കുട്ടിയോട് നിലവിലെ ഭർത്താവിൽ നിന്നുള്ള കുട്ടിയെ സ്നേഹം പ്രകടിപ്പിക്കുന്നവൾ. 4. ഏതൊരു വസ്തുവിലേക്കും കണ്ണ് മറിച്ച് നോക്കി അതിനോട് ആശ വെക്കുന്നവൾ. അത് വാങ്ങിക്കൊടുക്കുവാൻ ഭർത്താവിനെ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവൾ. സ്ത്രീ സഹജമായ ഒരു സ്വഭാവമാണിത്. മറ്റവൾ ധരിച്ച ആഭരണം, വേഷം എന്നിവയിലാവും ചില സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ അവളുടെ കണ്ണ്. ഇക്കാര്യത്തിലൊക്കെ പുരുഷനെ അന്തസ്സുള്ളവൻ എന്ന് പറയാം. കാരണം പുരുഷൻ മറ്റുള്ളവർ എന്ത് ധരിച്ചു, ഏത് വസ്ത്രം ധരിച്ചു, അതിന്റെ നിറമെന്ത്, വിലയെന്ത്, ഇതൊന്നും നോക്കുന്നില്ല. എന്താണാവോ ചില സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ആയത്. 5. മുഖത്തിന് കൃത്യമായി തെളിച്ചവും ഭംഗിയും കൂട്ടുവാൻ സമയം ഏറെയും അണിഞ്ഞൊരുങ്ങുന്നവൾ. അവൾക്ക് ലഭിക്കുന്ന ഏത് ഓഹരിയെയും കുറഞ്ഞതായി അവൾ കാണും. 6. വായാടി, അധികം സംസാരിക്കുന്നവളും. കണ്ടതിലൊക്കെ ഇടപെട്ട് തന്റെ വായാടിത്തം അന്തസ്സായി കണ്ട് തോന്നിയത് സംസാരിക്കുന്നവൾ. എന്നോടാ കളി എന്നാണ് അവളുടെ ഭാവം. ഏഷണിയും പരദൂഷണവും ഇവളെ കൊണ്ട് വ്യാപിക്കും. മറ്റുള്ളവരോട് പെരുമ കാണിക്കുന്നവളും തന്റെ ഭൗതിക നേട്ടങ്ങൾ മുൻനിർത്തി മറ്റുള്ളവരെ നിസ്സാരരാക്കുന്നവളും രഹസ്യ ഭർത്താക്കളുള്ള വേഷവൃത്തിക്കാരിയും ഭർത്താവിനോട് അനുസരണയില്ലാതെ ഭർത്താവിനെ മറികടന്ന് സംസാരിക്കുന്നവളും സ്ത്രീകളിലെ ദുഷിച്ചവളാണ്. ഈ ഒരു 6 കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. സ്ത്രീകളോടാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം അൽഹംദുലില്ലാഹ് ഹൈറായിട്ട് അള്ളാഹു നടത്തിത്തരും. സന്തോഷത്തോടെ നമുക്ക് ജീവിതം മുന്നോട്ട് പോവാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.